സുവർസാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. ഇത് ഈയിടെ വന്ന എക്സാമിന്, പബ്ലിക് എക്സാമിന് വന്ന ക്വസ്റ്റനാണ്. മിക്ക കുട്ടികളും ചെയ്തിട്ടില്ലെന്നുള്ളത് ഉറപ്പായിരുന്നു. ഇതിനുള്ളിലുള്ള കുറെ വേർഡ് പ്രോബ്ലംസ് ഉണ്ട്, ഇത്തിരി ടഫായിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുള്ളതിനെയൊക്കെ മാറ്റി വെച്ച് മുന്നോട്ടൊക്കെ പഠിച്ച് ഒരുവിധമൊക്കെ രക്ഷപ്പെട്ട് അടുത്ത കോഴ്സിന് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് കാണുമ്പോൾ ഡ്രോപ്പ് ഔട്ട് ആവുക, പല പ്രശ്നങ്ങൾ പറഞ്ഞ് നിർത്തുന്ന ഒരു ഇടപാട് ഇപ്പൊ ഒത്തിരി കുട്ടികൾ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾക്ക് വരുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈസിയാന്നുള്ളതിനെ മാത്രം പഠിച്ചുകൊണ്ട് ഒരിക്കലും പ്ലസ് ടു പാസ്സായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടഫായിട്ടുള്ളതിനെ പഠിച്ച് തന്നെ പോയിക്കോണം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത കോഴ്സിന് ചെല്ലുമ്പോൾ പണി കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് ക്വസ്റ്റ്യൻ നോക്കിക്കുകയും ഷോ ദാറ്റ് all rectangles inscribed in a circle the square has the maximum area. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിനുള്ളിൽ നമ്മൾക്ക് ഒരു ഫിക്സഡ് സർക്കിളാണ്, ഒരു 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളാണെന്ന് വിചാരിക്കും. ഇതിനുള്ളിൽ ഓരോരുത്തരുടെയും പറഞ്ഞു ഓരോ റെക്ടാംഗിൾ വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരും പല രീതിയിൽ കൂടെയുള്ള റെക്ടാംഗിൾസ് വരയ്ക്കും. എന്നിട്ട് ഇപ്പം ഒരാൾ വന്നിട്ട് തന്നെ ഇങ്ങനെ ചെറിയ ഒരു റെക്ടാംഗിൾ വരച്ചു. ഓക്കെ, വേറെ ആൾ വന്നിട്ട് വരച്ചത് ഇങ്ങനെ അല്ലേ, വേറെ ആള് വന്നിട്ട് വരയ്ക്കുന്നത് ചിലപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കാം അല്ലേ. അത് റെക്ടാംഗിൾ തന്നെ കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്തും ബ്രെഡ്ത്തും ഈക്വൽ ആവുമ്പോൾ ഒരു പേര് വിളിക്കുന്നതേ ഉള്ളൂ, സ്ക്വയർ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഇങ്ങനെ പല റെക്ടാംഗിൾസുകൾ ഒരേ റേഡിയസ് ഉള്ള സർക്കിളിൽ വരച്ചാൽ ഏറ്റവും കൂടുതൽ ഏരിയ കിട്ടുന്നത് സ്ക്വയർ ഷേപ്പിൽ വരയ്ക്കുമ്പോഴാണ്. സ്ക്വയർ ഷേപ്പിൽ നിങ്ങൾ എപ്പോൾ വരച്ചോ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഏരിയ. അല്ലാതെ റെക്ടാംഗിൾ ഷേപ്പിൽ വരയ്ക്കുന്നതിനേക്കാൾ ഏരിയ കൂടുന്നത് സ്ക്വയർ ഷേപ്പിൽ, മീൻസ് ലെങ്തും ബ്രെഡ്ത്തും തുല്യമാവുന്ന സമയത്ത് ഫോം ചെയ്യുന്ന റെക്ടാംഗിൾ, ദാറ്റ് ഈസ് സ്ക്വയർ ആണെന്നറിയാം. പക്ഷെ എന്നാലും അതിനെ നമുക്ക് റെക്ടാംഗിൾ എന്ന് വിളിക്കാം. സ്ക്വയറിനെ നമുക്ക് ആരെന്ന് വിളിക്കാം, റെക്ടാംഗിൾ. പക്ഷെ റെക്ടാംഗിൾ നമുക്ക് ഒരിക്കലും സ്ക്വയർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും തുല്യമാവുന്ന റെക്ടാംഗിൾ എന്ന് പറയാൻ സ്ക്വയർ. ആ സമയത്തായിരിക്കും എന്ത് കിട്ടുന്നത്, മാക്സിമം ഏരിയ, ഏറ്റവും കൂടുതൽ ഏരിയ കിട്ടും എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളിത് ഡെറിവേറ്റീവ്സിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇത്തിരി ഒന്ന് പണി ചെയ്യാം. നമുക്ക് ആദ്യം ലെങ്തിനെ ഞാൻ ലെങ്തിനെ ഞാൻ എക്സ് എന്ന് എടുക്കുന്നു, ഈ ബ്രെഡ്ത്തിനെ ഞാൻ വൈ എന്ന് എടുക്കുന്നു, ഇതിന്റെ റേഡിയസ് ഞാൻ ആർ എന്ന് എടുക്കുന്നു കേട്ടോ, റേഡിയസ് ആർ. അങ്ങനെയാണെങ്കിൽ ഇതും ആറില്ലേ, ഇത്ര ഇങ്ങോട്ടും ആറില്ലയോ. അപ്പൊ ടോട്ടൽ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആരായി, 2r ആയി. ഇത് സെന്റർ ആണ് കേട്ടോ. അപ്പൊ അവിടെ നമുക്കൊരു പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാമല്ലോ. ഇത് എത്ര ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയാം, 90. ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇത് ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പൊ അവിടെ നമുക്ക് പൈതഗോറസ് തിയറം ഒക്കെ അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്തേക്കാം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ എത്രയാണ്, ആർ പ്ലസ് ആർ, 2r ദ ഹോൾ സ്ക്വയർ, ഓർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ എത്രയാണ്, 4r സ്ക്വയർ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. നമുക്ക് ആരെയാണ് ഇവിടെ മാക്സിമം ആക്കേണ്ടത്, ആരെയാണ് നോക്കിക്കേ. സ്ക്വയർ ഹാസ് മാക്സിമം ഏരിയ, ഏരിയ മാക്സിമം ആക്കണം. അപ്പൊ എ, ഞാനിപ്പോ ഇവിടെ തുടങ്ങുന്ന എ ആണ് ഏരിയ കേട്ടോ. ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ദാറ്റ് ഈസ് എ ഈക്വൽ ഇവിടുത്തെ ലെങ്തും ബ്രെഡ്ത്തും ആരാണ്, എക്സ് ഇൻറ്റു വൈ. ലെങ്ത് എക്സ് ആണ്, ബ്രെഡ്ത്ത് വൈ ആണ്. അപ്പൊ എക്സ് ഇൻറ്റു വൈ. അപ്പൊ നമുക്ക് എന്താണ് ഇനി അവസാനം ചെയ്ത് കിട്ടുമ്പോൾ ഈ പ്രോബ്ലം തീർന്നു നമുക്ക് തോന്നണ്ടായോ, അതെന്താണെന്ന് കേട്ടോ. നമ്മൾ അവസാനം ഈ റെക്ടാംഗിളിന്റെ ഏരിയ മാക്സിമം ആണെന്ന് നമ്മൾ അവസാനം കിട്ടും, ഏരിയ മാക്സിമം ആവും. ആ ടൈമിൽ ഈ എക്സും വൈയും തുല്യമാവും. എക്സും വൈ എന്താവും, തുല്യം. എക്സും വൈയും തുല്യമാകുന്ന പറഞ്ഞാൽ ലെങ്തും ബ്രെഡ്ത്തും എന്താവും, ഈക്വൽ ആവും. ലെങ്തും ബ്രെഡ്ത്തും ഈക്വൽ ആയി കഴിഞ്ഞാൽ സ്ക്വയർ ആവും എന്നർത്ഥം. ഓക്കെ, ഒന്നുകൂടെ കേട്ടെ. നമ്മൾ അവസാനം നമ്മൾ ചെയ്ത് കിട്ടുമ്പോൾ ഏരിയ മാക്സിമം ആവുന്ന സമയത്ത് ലെങ്തും ബ്രെഡ്ത്തും തുല്യമാവും. ലെങ്തും ബ്രെഡ്ത്തും തുല്യമാവുക എന്ന് പറഞ്ഞാൽ അതെന്താവുക എന്നർത്ഥം, സ്ക്വയർ. അപ്പം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഏരിയ കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ കണ്ട ലെങ്തും ബ്രെഡ്ത്തും എക്സും വൈയുടെ ഡിഫറെന്റ് ആയിട്ട് എടുത്തേക്കുന്നത്, ലെങ്ത് എക്സ്, ബ്രെഡ്ത്ത് വൈ. അവസാനം എക്സും വൈയും തുല്യമാവും ഏരിയ മാക്സിമം ആവുമ്പോൾ. ഓക്കെ, അപ്പൊ എക്സ് ഇൻറ്റു വൈ, ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. ഇവിടെ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ കിട്ടും നോക്കി, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 4r സ്ക്വയർ. അവിടെ നിന്ന് വൈ സ്ക്വയർ ഈക്വൽ ടു 4r സ്ക്വയർ മൈനസ് എക്സ്, ഓർ വൈ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഈ വൈക്ക് പകരം റൂട്ട് ഓഫ് 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഇതാണ് നമ്മുടെ ഏരിയയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് ഉള്ളി. ഇനി നമുക്ക് ഇതിനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഫസ്റ്റ് ഡെറിവേറ്റീവിന് 0 ഇക്വേറ്റ് ചെയ്ത് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊണ്ട് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ മാക്സിമം ആവും. ഇതൊക്കെയാണ് ഇതിന്റെ മെത്തേഡ്. ഓർമ്മയുണ്ടല്ലോ മെത്തേഡൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം.
ഒന്നുകൂടെ ഒന്ന് പറയുക. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, ഫസ്റ്റ് ഡെറിവേറ്റീവ് കിടക്കുന്ന എക്സ്പ്രഷനെ 0 നീക്കിയിട്ട് അവിടെ എക്സിനെ കണ്ടുപിടിക്കണം. ആ എക്സിന്റെ വാല്യൂ സെക്കൻഡ് ഡെറിവേറ്റീവിനുള്ളിൽ കൊണ്ട് എക്സിന്റെ പ്ലേസിൽ കൊണ്ട് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ആവുന്ന സമയത്ത് മാക്സിമം ആവും. ഓക്കെ, പക്ഷെ ഇതിന് ഈ റൂട്ട് ഇട്ടുകൊണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ടഫ് അല്ലേ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം സ്ക്വയർ നടത്തി എ സ്ക്വയർ ആക്കുവാണേ. എയിൽ നിന്നും എ സ്ക്വയർ ആക്കുക. അപ്പൊ ഇതിനെ സ്ക്വയർ, അപ്പൊ ഈ എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, ഈ റൂട്ട് ഓഫിന്റെ സ്ക്വയർ 4r² - x² എന്നായി റൂട്ട് അങ്ങ് പോക്കോളും കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏരിയയാണ് മാക്സിമം ആക്കേണ്ടത്. അപ്പൊ ഏരിയയുടെ സ്ക്വയറിനെ മാക്സിമം ആക്കിയാലും മതി. ഏരിയയുടെ സ്ക്വയർ മാക്സിമം ആകുന്ന സമയത്ത് ഏരിയ എന്തായിരിക്കും മാക്സിമം. നമ്മൾ സ്ക്വയർ നടത്തി പ്രോബ്ലം ചെയ്താൽ വളരെ ഈസി ആവും എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഞാൻ എ സ്ക്വയർ ആക്കി സ്ക്വയർ നടത്തിയേ. അപ്പൊ നമ്മുടെ എ എന്നുള്ളതിന് പകരം എ സ്ക്വയർ എന്നായി എന്നുള്ളത് മാത്രം ഇവിടെ വ്യത്യാസം. അപ്പൊ നമുക്ക് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു 4r² x² - x⁻⁴ കേട്ടോ. ഈ x² ഇവിടോട്ട് ഇൻറ്റു ചെയ്തു, ഈ x² ഇങ്ങോട്ട് ഇൻറ്റു ചെയ്തപ്പോൾ കിട്ടിയ പോളിനോമിയൽ കണ്ടോ. ഇപ്പൊ റൂട്ട് ഒന്നും ഇല്ല, ഇത് ചെയ്യാനായിരിക്കും ഈസി. ഓക്കെ, ഇനി ഞാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. dA² എന്ന് പറഞ്ഞാൽ dA/dx വരെ dA² എന്നാന്നേ ഉള്ളൂ. a² ഡെറിവേറ്റീവ് ഇതിന്റെ കേട്ടോ. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 4r² x² ഡെറിവേറ്റീവ് 4r² × x² എത്ര 2x, x⁴ 4x³ ആൻസർ വരുമ്പോൾ 4 × 2 8r² - 4x³. ഇതാണ് അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. നെക്സ്റ്റ് d²(a²/dx²) സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 8r² എക്സിന്റെ 1 ആണ്. 8r² × 1 8r², 4x³ വരുമ്പോൾ x³ തനിയെ നോക്കിയാൽ 3x². അപ്പൊ 4 × 3x², 12x². പിന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിനും അടിപൊളിയായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനെയും സിമ്പിൾ ആയിട്ട് പഠിച്ച് നമുക്കൊരു എൻട്രൻസ് ലെവലിൽ നിന്നുകൊണ്ട് എല്ലാം പഠിക്കാനും പറ്റും. ട്രിക്സുകളെല്ലാം യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിലെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സസ് വരും, ക്വസ്റ്റ്യൻ പാക്കേജും, ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടതെന്നും പിന്നെ അങ്ങോട്ട് പഠിച്ചാൽ മതി കേട്ടോ. ഫുൾ മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. അതിനുവേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആകെ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമേ ഇല്ല. ആകെ ഇത്രയും. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഒന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ചോദിക്കാം. ഓക്കെ, അപ്പോൾ 8r² x ഡെറിവേറ്റീവ് 8r² × 1 4x³ എത്ര കിട്ടി 12x². അതവിടെ കിടക്കട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0 ഇക്വേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. എന്തിനു വേണ്ടിയാ? ആ ക്രിട്ടിക്കൽ പോയിന്റ്സ്, ഏതൊക്കെ പോയിന്റ്സിലാണ് മാക്സിമം ആവുന്നത്, ഏതൊക്കെ പോയിന്റ്സിലാണ് മിനിമം ആണെന്ന് അറിയാൻ പുട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് f'(x = 0) എന്നായിരുന്നു. ഇവിടെ അനുവരും dA²/dx ഇയാളെ 0 ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ dA²/dx = 0 ഇംപ്ലൈസ്, ഇവിടെ നോക്കിക്കേ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരുന്നു 8r²x - 4x³ = 0. അവിടെ എക്സിനെ ഞാൻ കോമൺ എടുക്കുവാണെ, വേണം 4നെ എടുക്കാം, എക്സ് മതി. ബാക്കി 8r² - 4x² = 0. That is x = 0 or 8r² - 4x² = 0. രണ്ടാക്കി കേട്ടോ. ഇതേ ഇൻറ്റു ഇതേ = 0. അപ്പൊ ഇതേ = 0 or ഈ എക്സ്പ്രഷൻ = 0. x = 0 അത് പോസിബിൾ അല്ല ഒരിക്കലും. x = 0 എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, അത് 0 പോയിന്നല്ലയോ, അത് നമുക്ക് എടുക്കണ്ട. രണ്ടാമത്തെ ഇതൊന്നും 8r² = 4x². അവിടുന്ന് x² വേണമെന്നുണ്ടെങ്കിൽ, ഈ x² വേണമെന്നുണ്ടെങ്കിൽ 4 ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പറയുക, ദാറ്റ് ഈസ് 8r²/4. ആൻസർ ആരെ കിട്ടി 2r² എന്ന് കിട്ടി കേട്ടോ. 2r². x² ആണ്. അവിടുന്ന് x, അപ്പൊ x²ന്റെ വാല്യൂ 2r². അവിടുന്ന് x-ന്റെ വാല്യൂ √2r² becomes √2r. ഈ r²ന്റെ റൂട്ട് പുറത്ത് 6 ആയിട്ട് വരും. അപ്പോഴും 2ന് പുറത്ത് വരാൻ പറ്റത്തില്ല, അത് അവിടെ തന്നെ കിടക്കട്ടെ. x കിട്ടി. ഈ എക്സിന്റെ വാല്യൂ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവിനുള്ളിൽ എക്സിന്റെ പ്ലേസിൽ കൊണ്ട് കൊടുക്കണം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇവിടാണ് x² ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എഴുതേണ്ടത് when x is equal to √2r d²(a²/dx² equal to ഇത്. ഈ അവിടെ നോക്കിക്കേ 8r² - 12x² എന്നാ. ഇവിടെ ഓൾറെഡി നമുക്ക് x²നായിട്ട് തന്നെ കിടപ്പുണ്ട്, 2r² ഉണ്ട്. x² = 2r². അപ്പോൾ 12x² എന്ന് പറയുമ്പോൾ 12 × 2r². അല്ലാതെ ഈ എക്സിന്റെ വാല്യൂന് ചുമ്മാ സ്ക്വയർ ചെയ്ത് ബുദ്ധിമുട്ടണ്ട.
എക്സ് സ്ക്വയർ എന്ന് തന്നെ കിടക്കുന്നതുകൊണ്ട് ഈ എക്സ് സ്ക്വയറിന്റെ പ്ലേസിലോട്ട് 2r² എന്ന് കൊടുത്തു കേട്ടോ. ആൻസർ വരുമ്പോൾ എന്താ കിട്ടിയത്? 8r² മൈനസ് 24r² മൈനസ് 16r² ഈസ് ലെസ് ദാൻ 0. നെഗറ്റീവ്. ഓ, നെഗറ്റീവ് കിട്ടി. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നെഗറ്റീവ് കിട്ടി കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും? മാക്സിമം. ഓക്കെ, അപ്പൊ നമുക്ക് മാക്സിമം ആണെന്ന് മനസ്സിലായി. എക്സിന്റെ വാല്യൂ ആരാകുമ്പോൾ √2r ആകുമ്പോൾ നമുക്ക് ഈ ഏരിയയുടെ സ്ക്വയർ എന്താവും? മാക്സിമം. ഏരിയയുടെ സ്ക്വയർ മാക്സിമം എന്ന് പറഞ്ഞാൽ ഏരിയയും ആ സമയത്ത് എന്താവുകയാണ്? മാക്സിമം. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും therefore ഏരിയ ഈസ് എന്താണ്? മാക്സിമം when x is equal to √2r എന്ന് പറഞ്ഞാൽ ലെങ്ത് √2r ആവുന്ന സമയത്ത് നമുക്ക് ഈ ഏരിയ എന്താവും? ഏറ്റവും കൂടുതലാവും. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് y-യുടെ വാല്യൂവിനെ കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിപ്പോ ലെങ്ത് കിട്ടിയത്. ഇനി ബ്രെഡ് കൂടെ കണ്ടുപിടിക്കണം. ബ്രെഡ് ആയ y നോക്കിക്കേ, ഫോർമുല നോക്കിക്കേ. √4r² മൈനസ് x² എന്നല്ലയോ? x²ന്റെ വാല്യൂ എത്ര? 2r². അപ്പൊ ഈ x²ന്റെ പ്ലേസിലോട്ട് 2r² എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ √4r² നിന്ന് 2r² പോയി കഴിഞ്ഞാൽ ബാക്കി 2r². ശരി, 4r² നിന്നും 2r² പോയി, ബാക്കി 2r² അവിടെ ഉണ്ട്. അവിടുന്ന് റൂട്ട് എടുക്കുമ്പോൾ ഈ r² റൂട്ട് പുറത്തു വരും. 2 അതിനുള്ളിൽ തന്നെ, ദാറ്റ് ഈസ് √2 ഇൻറ്റു r. എക്സ് എന്ന എത്ര അമൗണ്ട് കിട്ടിയത്? √2. y എത്ര കിട്ടിയത്? √2r. രണ്ട് ഈക്വലായി. എക്സും y ഈക്വലായി. എപ്പോഴാ? ഏരിയ എന്താകുന്ന സമയത്താ? ഏരിയ മാക്സിമം ആവുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ √2r, y-യുടെ വാല്യൂ √2r. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എത്രയാണ്? y. ദാറ്റ് മീൻസ് ലെങ്ത് ഈക്വൽ എത്രയായി മോനെ? ബ്രെഡ്ത്ത്. ഉണ്ടോ? ഏരിയ മാക്സിമം ആവുന്ന സമയത്ത് ലെങ്തും ബ്രെഡ്ത്തും എന്തായി മോനെ? ഈക്വലായി. ദാറ്റ് മീൻസ് സ്ക്വയർ. ഉണ്ടല്ലോ. ഏരിയ മാക്സിമം ആവുന്ന സമയത്ത് നമ്മുടെ റെക്ടാംഗിൾ ആരായിട്ട് മാറും? സ്ക്വയർ ആയിട്ട് മാറും. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയും നമുക്ക് ചെയ്യണം. ഇത് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 3 അല്ലെങ്കിൽ ചിലപ്പോൾ 4 മാർക്ക് കേട്ടോ. അപ്പൊ ഇവനെയൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞുകൊണ്ട് മാറി. ബുദ്ധിമുട്ട് എന്തുവാ? മെനക്കെടാനുള്ള ആ ബുദ്ധിമുട്ട്, അല്ലാതെ ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ വയ്യാണ്ടല്ല. ഇതൊക്കെ പഠിച്ചെടുക്കാൻ ഇതിന് അത്ര സമയം കളയുന്ന നമുക്ക് അതൊക്കെയാണ് പ്രശ്നം. ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചെങ്കിലേ നമുക്ക് നല്ല ജോലിയിൽ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളത് ഒരു സംശയം വേണ്ട. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കും, ഷോർട്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കും, ലോങ്ങും വരും. പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.